ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം രേണുസുതി ഒരു ഇൻ്റർവ്യൂ നൽകിയിരിക്കുകയാണ്. ഈ ഒരു ഇൻ്റർവ്യൂ പ്രതീക്ഷിച്ച പോലെ തന്നെ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതുകൂടാതെ ആദ്യമായിട്ട് രേണുസുതി കൊല്ലം സുധിയുടെ കുടുംബത്തിനെതിരെ സംസാരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു ഇൻ്റർവ്യൂവിനുണ്ട്. നമുക്കറിയാം, ഇന്നേ വരെ ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള ചെളിവാരിയെറിയലിൽ ഈ പറയുന്ന കൊല്ലം സുധിയുടെ കുടുംബത്തെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് രേണുസുതി കൊല്ലം സുധിയുടെ കുടുംബത്തിനെതിരെ കൂടി രംഗത്ത് വന്നിരിക്കുന്നു എന്നൊരു പ്രത്യേകത ഈ ഒരു ഇൻ്റർവ്യൂവിനുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ മുൻകൂട്ടി തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് ഇതിനോടകം തന്നെ ബിഗ് ബോസിലേക്ക് സെലക്റ്റായി എന്നൊരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ രേണുസുതി ഉറപ്പായിട്ടും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തുമെന്ന് ഞാൻ മുൻകൂട്ടി പ്രതീക്ഷിച്ചതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവർ തമ്മിലുള്ള ബന്ധം അത്രത്തോളം മികച്ചതല്ല. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയാനുള്ള അവസരങ്ങൾ ഇവരാരും തന്നെ പാഴാക്കാറില്ല. ആ ഒരു അവസരമാണ് ഇപ്പോൾ രേണുസുതിക്ക് കൈ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു 5 മാസം മുന്നേ വരെ ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധം. എന്തുവാകട്ടെ, ചിലപ്പം അതിനകത്ത് അസ്വാരസ്യങ്ങൾ കാണുമായിരിക്കും. ഇതെല്ലാം മറന്നുകൊണ്ടും എല്ലാം ക്ഷമിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ പോകുന്നത്. അന്നും ഈ 5 മാസം മുന്നേ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളർത്തുമകൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് പല കറുത്ത കൈകളും ചേർന്നു. അങ്ങനെ തന്നെ പറയാം. ഈ വ്ളോഗർ, ഈ സ്ത്രീ അവരുടെ വീട്ടിൽ പോവുക, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഈ വളർത്തുമകനും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു സ്ത്രീ എന്നെ ഈ അപമാനിക്കുന്നതും എന്നെ ഈ ദ്രോഹിക്കുന്നതും. ഇതെല്ലാം എൻ്റെ വളർത്തുമകനും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് വരെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കിന്ന് പറയണം. ഇനി ഇതിൻ്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും, ഇതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻസ് കൊണ്ട് എന്നെ മൂടിയാലും, എന്നെ ശപിച്ചാലും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പം ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന്. അത് ചേച്ചിയോടുള്ള. സോ ഈ പറഞ്ഞു വരുന്ന വ്ളോഗർ, അതായത് ആ ഒരു വനിതാ യൂട്യൂബർ എന്ന് പറയുന്നത് ഷെഫീന ബീവിയാണ്. നമുക്കറിയാം, ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ കൊല്ലം സുധിയുടെ കൊല്ലത്തുള്ള വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് കിച്ചുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്ളോഗ് അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തായിരുന്നു. അതുകൂടാതെ കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന് പറഞ്ഞത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് തൊട്ടാണ് ഈ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസും രേണുസുതിയും തമ്മിലുള്ള ബന്ധം വഷളാവുന്നത്. ഷെഫീന ബീവി ഈ പറഞ്ഞ കൊല്ലം സുധിയുടെ വീട്ടിലെത്തി കിച്ചുവിനെ കണ്ടതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് അയാളുടെ ലൈഫ് സ്റ്റോറി കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അതന്ന് വളരെയധികം വിവാദമായിട്ടാണ്. അന്ന് മുതലാണ് ഈ അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻ ഇത്രത്തോളം മോശമാവുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ കടിച്ചു കീറുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എനിക്കെന്ത് കുരുപൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു. പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇതാ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള ആ കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 17, ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ചു ഞാൻ മുന്നോട്ട് പോയതാണ്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പം എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എൻ്റെ മകൻ്റെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവൾ. ഒന്നും വേണ്ട, അവൻ്റെ കുഞ്ഞിൻ്റെ ഒരു അമ്മയും കൂടാണ്. ആ രാഹുൽ ദാസ് മാത്രമല്ല സുധിക്ക് മകൻ, മൃദുൽ ദാസും ഉണ്ട്. ചിന്തിക്കണമായിരുന്നു. ഒന്നും ആവട്ടെ, അവർ കയറി വന്നെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു വിടണമായിരുന്നു അവരെ. നിങ്ങൾ എൻ്റെ മരുമകളെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നതാണ്, അല്ലെങ്കിൽ രേണുവിനെ പറ്റി നിങ്ങൾ എന്തിനാ വെറുതെ കുടുംബം കലക്കുന്നത്? ആ അമ്മയും മകനും ഇപ്പം മര്യാദയ്ക്ക് പോവല്ലേ ആ ബന്ധം? അന്ന് തൊട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ഞാൻ എന്തായാലും എൻ്റെ ഇളയ മകനോട് ഞാൻ പറയുന്നില്ല, നീ അവരെ വേണ്ട ഇവിടെ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അവനവൻ്റെ ഇഷ്ടം.
സോ ഇതാണ് രേണു പറയുന്നത്. അതായത് ഷെഫീന ബീവി എന്ന് പറഞ്ഞ യൂട്യൂബർ എന്ന് കൊല്ലം സുധിയുടെ കുടുംബത്തിൽ പോയോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. അന്ന് തൊട്ട് ആ ഒരു കുടുംബവുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല, തന്നെ വേണ്ടാത്തവരെ തനിക്കും വേണ്ട എന്നാണ് രേണു പറയുന്നത്. ആ ഒരു സ്റ്റാൻഡ് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. കാരണം മറ്റൊന്നുമില്ല, രേണു തന്നെ ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൊല്ലം സുധിയുടെ രണ്ടാമത്തെ മകനായിട്ടുള്ള ഋതുൽ ദാസ്, ആ ഒരു വ്യക്തി 18 വയസ്സിന് താഴെയാണ് എങ്കിൽ പോലും, അയാളുടെ സംരക്ഷണാവകാശം നിങ്ങൾക്കാണെങ്കിൽ പോലും ബന്ധം അത് അന്നും ഇന്നും ഉണ്ട്. രക്തബന്ധം അതൊരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് രേണു മനസ്സിലാക്കുന്നത് നന്ന്. അതേപോലെ തന്നെ കിച്ചുവും. അവന്റെ അപ്പന്റെ വീട്ടുകാർ അവന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവര് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഞാൻ തന്നെയല്ലേ ആ കുഞ്ഞിനെ നോക്കുന്നത്. ഇത്രയും തെറി കേട്ടിട്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയോണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അതും കള്ളത്തരമാന്ന് പറയുന്നു. അപ്പൊ ഈ സ്ത്രീ അന്ന് ആ വീട്ടിൽ വന്ന് കയറിയോണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവർക്ക് ഇത്ര അറിയത്തില്ലായിരുന്നു ആ സ്ത്രീ ഇന്ന പോലാണ്. ആരും വിവരമില്ലാത്ത ആൾക്കാരൊന്നും അല്ലായിരുന്നല്ലോ അവിടെ. ഈ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര വ്യഗ്രത, ഈ ഇടപെടാൻ? എനിക്കറിയില്ല. കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന് ഇവരുടെ പോസ്റ്റാ. അതിന്റെ തലേന്നും കൂടെ എന്റെ വളർത്തുമകന് ഞാൻ പൈസ കൊടുത്തിട്ടിരിക്കുക. 500-200 രൂപ അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. 500 മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഈ പല വ്ളോഗേഴ്സിനെയും അല്ല. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ്, അവനെന്ത് പറയാം? രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ രേണു സുധിയുടെ വീട്ടുകാര് രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാര്, അങ്ങനെയാ. രേണു സുധിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ്. ഇതിന്റെ ഇടയിൽ വരുന്ന കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. സോ ഇതിലൂടെ രേണുസുധി നടത്തുന്ന ഒരു യുദ്ധപ്രഖ്യാപനമാണ്. അതായത് തനിക്ക് പല കാര്യങ്ങളും വിളിച്ചു പറയാനുണ്ട്, താൻ അത് വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്നാണ് രേണു പറഞ്ഞു വെക്കുന്നത്. അതായത് മിക്കവാറും കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം രേണുസുധി കാത്തിരിക്കുന്നത്. കാരണം മറ്റൊന്നുമില്ല, ബിഗ് ബോസ് ഹൗസിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ നടക്കുന്ന സാഹചര്യത്തിൽ ഈ അഗ്നിപരീക്ഷയും മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഓഡിയൻസ്, ഒരു വിഭാഗം ആളുകൾ, കുറച്ച് പേരെങ്കിലും ഈ പറയുന്ന അഗ്നിപരീക്ഷയിലൂടെ സെലക്ട് ആവുന്ന കണ്ടസ്റ്റൻറ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യും. അതുകൂടാതെ മറ്റ് പല താരങ്ങളും അവിടെ മത്സരിക്കാണ്ട് വരും. അതുകൊണ്ട് തന്നെ കിച്ചുവിനുള്ള ഈ ഒരു പിന്തുണ മുഴുവനായും തന്നെ നിലനിൽക്കണമെന്നില്ല. അതുകൂടാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ അയാളുടെ പ്രകടനം പോലിരിക്കും ഫാൻസിൻ്റെ സപ്പോർട്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രേണുസുധി പല കാര്യങ്ങളും വിളിച്ചു പറയുന്നതെങ്കിൽ കിച്ചു എന്ന് പറയുന്ന ബിഗ് ബോസ് താരത്തിനെതിരെ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒരു കണ്ടന്റ് എടുത്തു വെച്ച് ചർച്ച ചെയ്യപ്പെടും. അത് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് രേണുസുധി വെയിറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ മൗനം പാലിക്കുന്നില്ലെന്ന്. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്ര, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് ഞാനതൊക്കെ പിന്നീട് സംസാരിക്കാം. പറഞ്ഞ ഞാൻ ഇമോഷണൽ ആവും. ഞാൻ അറിയോ? ഋതപ്പന് 6 വയസ്സേ ഉള്ളൂ. അവൻ എന്തറിയാനാ? അവനൊന്നും അറിയത്തില്ല. പല കാര്യങ്ങളും ഞാൻ ആലോചിച്ച്, ദൈവമേ, ഇന്നലെയും കൂടെ ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ച്, അല്ലെ ഇവന് ഞാൻ സഹായമല്ല, എൻ്റെ കടമ ഞാൻ ചെയ്തതല്ല, എന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ ഇത്രേ അറിയത്തില്ലേ ഈ സ്ത്രീയുമായിട്ട്, ഈ സ്ത്രീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതാണ്. ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തല്ലോ. ദൈവമേ, എനിക്ക് എന്തുമാത്രം വിഷമം. ഞാൻ അത് ആരും കാണിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ, ആരോടും പറഞ്ഞില്ല എനിക്ക് വിഷമമുണ്ടെന്ന്. ഞാൻ ചുമ്മാ അഭിനയിച്ച് കാണിച്ച് റീൽ ചെയ്ത് സന്തോഷം. പക്ഷെ ഞാൻ 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൊക്കി പിടിക്കുന്നവരുണ്ടല്ലോ, ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്നാ അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസയുണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ പറയത്തില്ലായിരുന്നു ഇന്ന് വരെ. എൻ്റെ നാക്ക് ഒരു നെഗറ്റീവ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. ഇന്ന് പറയേണ്ട വന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് സെലക്റ്റായി. ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് രേണു വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം കിച്ചുവിനെതിരായിട്ട് തനിക്കുള്ള കളികൾ കളിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ രേണുസുധി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അതിനുള്ള തുടക്കമായിട്ട് മാറിയിരിക്കുന്നത്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരുമെന്ന്. എനിക്ക് തോന്നുന്നത് ഇനി തുടരെ രേണുവിൻ്റേതായിട്ടുള്ള ഇൻ്റർവ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഇവരുടെ സ്റ്റോറീസോ ആയിട്ടോ മറ്റ് വീഡിയോസായിട്ടോ ഒക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇനി പുറത്തേക്ക് വരും. അത് ബിഗ് ബോസ് 8 എന്ന് പറഞ്ഞ ഷോ തുടങ്ങി അതിൽ കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് ഉണ്ടെന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ 100% ഉറപ്പിക്കാം രേണുസുധിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പല നീക്കങ്ങളും ഉണ്ടായെന്ന് വരാം.
ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമോ രാഹുൽ പോലും ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിന്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണെ കൊല്ലട്ടെ എന്നേ കോടതി. തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനെ ഒരു ജീവിതത്തിനെക്കാളും നല്ലത് അത് തന്നെയാ. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാ മോളെ തുറന്ന് സംസാരിക്കുക? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ. കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ ഒരു 17-18 വയസ്സിലൊക്കെ. ഞാൻ അനുഭവിച്ചതും അവൻ്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന് അന്ന് പോലും ഒരു പട്ടിണി കിട്ടട്ടില്ല ഇവനെ. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, സുധി ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടട്ടില്ല പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ വന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ. സോ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് തന്നെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആളുകൾക്കും ചോർത്ത് നൽകി. അതിലൂടെ അയാൾ പണം സമ്പാദിച്ചിട്ടുണ്ടായിരിക്കാം എന്നൊരു ആരോപണമാണ് രേണുസുതി ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പല ആരോപണങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. 100% ഉറപ്പാണ്. ചിലപ്പോൾ പ്രൂഫുകൾ സഹിതമായിരിക്കാം രേണുസുതി ഇനി ഇൻ്റർവ്യൂസ് കൊടുക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. ഇവരാരും ഇപ്പോൾ ഒരു അലിഗേഷൻ ഉന്നയിക്കുന്നതിൻ്റെ പ്രൂഫ് വെച്ചിട്ടില്ല. ഇനി പ്രൂഫും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ വന്ന് രേണുസുതി ഇൻ്റർവ്യൂ നൽകുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കിട്ടുമായിരിക്കും പൈസ. നീ ഇതിനെതിരെ എന്ത് വന്നാലും ഞാൻ തളരത്തില്ല. ഇതിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ വിവാദം ഉണ്ടോ? അവള് കൊച്ചിനെ ഇട്ട് കൊടുത്തി. ഞാൻ ചോദിക്കട്ടെ, അവന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് പറയണ്ടേ? എനിക്ക് പറയാനുണ്ടെന്നേ. പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കും? കാരണം ഇത്രയും എന്താ പറയാ, കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. അത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന്റെ ഒരു സാക്ഷിയുണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം അതുകൊണ്ട്. അത് ഇദ്ദേഹത്തോടുള്ള ഒരൊറ്റ ഇതുകൊണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹം ജനിപ്പിച്ച രണ്ടാമതൊരു മകനുണ്ട്, ആരും അന്വേഷിക്കത്ത, അല്ലെങ്കിൽ ആരും പേര് പറയാത്തൊരു മകനുണ്ട് ഇയാള് ജനിപ്പിച്ചേ. അങ്ങനെ തന്നെ പറയാ. ആ കൊച്ചിന് വേണ്ടിയിട്ടായിരിക്കും ഞാനിപ്പം ചിത്ര പറഞ്ഞ പോലെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ആ കുഞ്ഞിനും ഒരു ഭാവിയുള്ളതാ, അത് വളർന്നു വരേണ്ടതാ. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ഞാൻ മറച്ചു വെക്കുന്നത്. സോ ഗൈസ്, രേണുസുതി ഉറപ്പിച്ചു തന്നെയാണ്. കാരണം മറ്റൊന്നുമില്ല, കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ആയാൽ ആ നിമിഷം ഇവർ പല കാര്യങ്ങളും പുറത്തേക്ക് വിളിച്ചു പറയും. ഇനി എന്ത് ഫേസ് ചെയ്യാൻ താൻ തയ്യാറാണ് എന്നാണ് രേണുസുതി ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും പഴയ പോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ രേണുസുതി എന്ന് പറയുന്ന കണ്ടന്റ് കൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വ്യൂസ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന പല ചാനലുകളും ഇനി ഹൈപ്പിലേക്ക് വരും. കാരണം മറ്റൊന്നുമില്ല, രേണുസുതി എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല കണ്ടന്റ് വാല്യൂ ഉണ്ട്. എന്നാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുമ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന കണ്ടന്റിനൊപ്പം തന്നെ രേണുസുതി കണ്ടന്റും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാലും രേണുസുതി ചില കാര്യങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുന്ന മട്ടാണ് ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. സോ ഗൈസ്, നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അഗ്നിപരീക്ഷയുടെയൊക്കെ റിവ്യൂ മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ടോപ്പിക്ക് മാത്രം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്താണ്ട് മറക്കരുത്. ഓക്കെ, ബൈ.